നമ്മുടെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് നമ്മുടെ കരിയർ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ആ ഒരു കാര്യത്തിൽ മാത്രം ഒരു ഗോൾ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടാനോ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും ഒരു വീട് വെക്കാൻ ഒരു ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും കോടി രൂപ വേണമെന്ന് ഒരു ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങണം എന്നൊരു ഗോൾ സെറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നത് ജോലി തന്നെയാണ്. ജോലി ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഒരു നല്ലൊരു കരിയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായിട്ട് ഉയരാനും നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ എല്ലാം വാങ്ങിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഒരു കരിയർ ഗോളാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു കരിയർ ഗോള് സെറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ഒരു കരിയർ ഗോള് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് കരിയറിലോട്ടാണ് ഞാൻ പോകേണ്ടതെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് ഓൾറെഡി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ താഴത്തെ ലിങ്കിൽ ഇട്ടേക്കാം. അപ്പം അങ്ങനെ ഒരു കരിയർ നമ്മൾ ചൂസ് ചെയ്ത ശേഷം എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു കരിയർ ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കറിയാം, സ്മാർട്ട് എന്നുള്ളൊരു ഗോൾ സെറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ സ്മാർട്ട് ഗോൾ സെറ്റിങ്ങിന്റെ ഭാഗം തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജോബിന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക, നമ്മുടെ കരിയറിന് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇപ്പൊ ഞാൻ പഠിച്ചത് BCom ആണ് അല്ലെങ്കിൽ PG ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ട്, എന്തെല്ലാം കോഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്, അതിന് പറ്റുന്ന പോസ്റ്റുകൾ അല്ലെങ്കിൽ എന്തെല്ലാം കരിയേഴ്സിലോട്ട് പോകാന്നുള്ളതാണ് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു MCom വിദ്യാർത്ഥിയാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും, അക്കൗണ്ടന്റ് ഫീൽഡിലോട്ടും അഡ്മിൻ ഫീൽഡിലോട്ടും എക്സെട്ര അങ്ങനത്തെ ഫീൽഡിലോട്ട് പോകാൻ സാധിക്കും. അത് നമ്മൾ ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതിൽ എനിക്ക് എത്ര വരെ ഉയരാൻ പറ്റുന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ജൂനിയർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ സീനിയർ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ എത്ര വരെ ഉയരാൻ പറ്റുന്നുള്ളത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. അത് നമ്മൾ എന്തെല്ലാം പോസ്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ആദ്യം ക്ലാരിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കാൻ നോക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൊക്കേഷനാണ്. പ്രത്യേകിച്ച് നമുക്ക് ഏതൊക്കെ ലൊക്കേഷൻ നോക്കാം. നമുക്ക് കേരളം മാത്രമാണോ, നമ്മുടെ ജില്ല മാത്രമാണോ, അല്ലെങ്കിൽ നമ്മുടെ സിറ്റി മാത്രമാണോ എന്നുള്ളത് നമ്മൾ ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്, രണ്ടാമത് ചെയ്യേണ്ടത്. മൂന്നാമത് വെച്ചാൽ വർക്കിംഗ് ടൈമാണ്. അപ്പൊ പ്രത്യേകിച്ച് ലേഡീസുകളൊക്കെയാണ് വർക്കിംഗ് ടൈം പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഏരിയയിലാണെങ്കിൽ എനിക്ക് എത്ര ടൈം വരെ വർക്ക് ചെയ്യാം, എറണാകുളം പോവുകയാണെങ്കിൽ എനിക്ക് എത്ര ടൈം വരെ വർക്ക് ചെയ്യാൻ സാധിക്കും, അങ്ങനെ നിങ്ങൾക്ക് എത്ര ടൈം വരെ വർക്ക് ചെയ്യാം, പിന്നെ സ്ഥലങ്ങളിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കി. പിന്നെ നമ്മൾക്ക് എന്ത് ക്ലാരിറ്റി ഇല്ലെങ്കിലും നമുക്ക് സാലറി ക്ലാരിറ്റി ഉണ്ടാവും. ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ വരുന്നവർ ആദ്യം ചോദിക്കുന്ന കാര്യം, സർ ഇനി ഞാൻ ഇത്രയും പഠിച്ച ആളാണ്, എനിക്ക് എത്ര രൂപ സാലറി കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ട്. ശരിക്കും നമ്മൾ സാലറി, പ്രത്യേകിച്ച് ഫ്രഷേഴ്സ് സംബന്ധിച്ചിട്ട് സാലറി നിങ്ങൾ ഒരിക്കലും ഒരു പീക്ക് ലെവലിൽ വെക്കരുത്. അപ്പം ഇവിടെ പലരും ജോലിക്കായിട്ട് വരാറുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ചോദിക്കും എത്ര രൂപ സാലറിയെ പ്രതീക്ഷിക്കുന്നുള്ളത്. അവർ പറയും ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ പറയും 20,000 വേണം, അല്ലെങ്കിൽ 25,000 വേണം എന്ന് പറയും. അപ്പം അത് കിട്ടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുത്ത് രജിസ്റ്റർ ചെയ്യാൻ വരുന്നവര്. അപ്പൊ നമ്മൾ പറയും അത്രയും സാലറി ഒന്നും കിട്ടത്തില്ല, ചിലപ്പോൾ ഒരു 12 രൂപ സാലറി ആയിരിക്കും ഫ്രഷേഴ്സ് കിട്ടുന്നത്. പക്ഷെ ഗ്രാജുവലി അത് കൂടും. ഒരു സാറം 12 പറ്റത്തില്ല, അതാണ് പറ്റത്തില്ല. അപ്പൊ നമ്മള് അവരുടെ ഫോൺ നോക്കുമ്പോൾ iPhone ആയിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ഫോൺ ആയിരിക്കാം, എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്ന, അവർക്ക് മാസം EMI ലോണും കാര്യങ്ങളൊക്കെ അടയ്ക്കണം, ഇത്രയും രൂപ കടബാധ്യത ഉണ്ടാവും. അപ്പൊ നമ്മൾ തുടക്കം തന്നെ ലൈഫിന്റെ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ എന്ത് ചെയ്തു ഇടുങ്ങിയ ഒരു വഴിയിലൂടെ പോകാൻ നിങ്ങൾ അവസ്ഥ ഉണ്ടാക്കരുത്. സാലറി പ്രതീക്ഷിച്ച് നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ ആ കരിയർ നമുക്ക് ഗ്രൗത്ത് ഉണ്ടാക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിച്ച ബന്ധപ്പെട്ട ഒരു ജോലിക്ക് 15,000 സാലറി ഇപ്പോഴത്തെ ഒരു 25,000 നോർമൽ പാക്കിംഗ് ജോബും ആയിരിക്കാം. നമ്മൾ നോക്കുമ്പോൾ പാക്കിംഗ് ജോബ് അത് നല്ലതെന്ന് നോക്കി നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷെ ഈ ഒരു കരിയറിൽ 2 വർഷം കഴിയുമ്പോഴേക്കും ഇതിന്റെ 2 ഇരട്ടി സാലറി കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ആ പാക്കിംഗ് ജോബ് പോയവന് അവിടെ തന്നെ ലൈഫ് ലോങ് അതേ സാലറിക്ക് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഒരിക്കലും ഫ്രഷേഴ്സ് സാലറി പ്രതീക്ഷിച്ച് ഒരിക്കലും പോകരുതെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, എത്ര മിനിമം സാലറി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക. പോസ്റ്റ്, ലൊക്കേഷൻ, ടൈം, സാലറി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി എഴുതി വെക്കണം. എനിക്ക്
എനിക്കറിയാം എന്നുള്ളതല്ല, നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കണം ആ ഒരു കാര്യങ്ങൾ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ക്ലാരിറ്റി അബൌട്ട് ഹൗ ടു ഫൈൻഡ് എ ജോബ്. അത് നമുക്ക് ഒരു ക്ലാരിറ്റി, നമുക്ക് എങ്ങനെ ജോലി കണ്ടെത്താം എന്നുള്ളതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ നമ്മുടെ ജോബ്സ് മാർക്കറ്റ് എന്താണ് എന്ന് ഇപ്പോഴത്തെ അവസ്ഥ, അത് എന്തെല്ലാം കാര്യങ്ങളാണ്. ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ അക്കൗണ്ടന്റ് ആണ്. ഇപ്പൊ അക്കൗണ്ടന്റ് ഫീൽഡിൽ ഇപ്പൊ പുതിയ സോഫ്റ്റ്വെയർസ് അപ്ഡേഷൻ ആവുന്നുണ്ട്. അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ എൻ്റെ ജോബ് മാർക്കറ്റ് എവിടെയാണ് കൂടുതൽ, ഞാൻ ആലപ്പുഴയാണ്, കൊച്ചിയിലാണ് ജോബ് മാർക്കറ്റ് കൂടുതൽ, അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുക. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എന്തെല്ലാം ഇന്റർവ്യൂസ് ആയിരിക്കും ഇതിന് കണ്ടക്ട് ചെയ്യുന്നത്, അതിന് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഈ പറയുന്ന പോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോംസ് ആണ്. നമ്മൾ ഏതെല്ലാം പ്ലാറ്റ്ഫോംസ് വഴിയാണ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയാണോ, അല്ലെങ്കിൽ ജോബ് സൈറ്റ് വഴിയാണോ, അല്ലെങ്കിൽ കൺസൾട്ടൻസി വഴിയാണോ, അല്ലെങ്കിൽ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണോ, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാക്കി വെക്കണം ഏത് വഴിയാണെന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആകുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ വലിയ സാലറി വെച്ചിട്ട് നമ്മൾ ജോലി നോക്കുമ്പോൾ റിയലിസ്റ്റിക് അല്ല, അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാവും. അപ്പം അതുപോലെ വലിയൊരു പോസ്റ്റ്, ഇപ്പോൾ ഒരു ബികോം പഠിച്ചിട്ട് ആള് സീനിയർ അക്കൗണ്ടന്റ് ആയിട്ട് ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ അത് നല്ലതാണ്, പക്ഷെ കിട്ടത്തില്ല. അപ്പം അത് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പൊ ടൈം ബോണ്ടഡ് ആയിരിക്കുക. നമ്മൾ ഇന്ന ഒരു മാസത്തിനുള്ളിൽ ജോലി, ഈ പറഞ്ഞ ജോലി എനിക്ക് കിട്ടണം, അതിനുള്ളിൽ എന്തെല്ലാം എഫേർട്ടുകൾ എടുക്കണം എന്നുള്ള ആക്ഷൻ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ ജോബ് ക്ലാരിറ്റി ഉണ്ടാക്കുക, ഹൗ ടു ഫൈൻഡ്, ഇത് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ക്ലാരിറ്റി ഉണ്ടാക്കുക, റിയലിസ്റ്റിക് ആയിരിക്കണം, ടൈം ബോണ്ടഡ് ആയിരിക്കണം. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കരിയർ ഗോൾ സെറ്റിംഗ് ചെയ്യാൻ സാധിക്കും.